യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ഇന്നത്തെ ഈ യാത്ര നിങ്ങളെല്ലാവരെയും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വളരെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇതൊരു സാധാരണ കാഴ്ചയല്ല കേട്ടോ. സ്വിറ്റ്സർലാൻഡിലെ പ്രശസ്തമായ റൈൻ ഫോൾസ്. എന്നാ ഒന്ന് കണ്ടാലോ? സോ വെൽക്കം ടു റൈൻഫോൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ സൂപ്പർ ഫേമസ് ആയ റൈൻ ഫോൾസിൻ്റെ മുന്നിലാണ്. അടുത്ത് വന്നാലാണ് ഇതിൻ്റെ വലിപ്പം ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. 23 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. എൻ്റെ വീടുണ്ടല്ലോ നാട്ടിലെ ആലുവയിലാണ് കേട്ടോ. ഇതിനു മുമ്പ് തൊട്ടടുത്ത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിൽ അത് അതിരപ്പള്ളിയിലാണ്. പക്ഷേ നാട്ടിലില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ അടുത്ത് വരെ പോയി കാണാനുള്ള കാര്യങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ബോട്ട് റൈഡുകളാണ്. പലതരത്തിലുള്ള ബോട്ട് റൈഡുകളുണ്ട്. ചില ബോട്ടുകൾ വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലുള്ള വലിയ പാറയരികിലേക്ക് കൊണ്ടുപോകും. അവിടെ ഇറങ്ങി മുകളിലേക്ക് കയറാം. ആ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നിന്ന് കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വ്യൂ, അതും നേരെ തൊട്ടടുത്ത് പോയി നിന്ന് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു വ്യൂ, അത് നല്ല രസമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് കൊണ്ടുപോകുന്ന റൈഡ്. അതായത് ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ശക്തി, അതായത് ഈ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ ശക്തി നമുക്ക് നേരിട്ട് മനസ്സിലാവും. കാരണം അത്രയും അടുത്ത് നമുക്ക് കൊണ്ടുപോകും. നമ്മുടെ മുഖത്തേക്കെല്ലാം വെള്ളം നല്ല പോലെ തെറിക്കും. അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ വെള്ളം താഴേക്ക് വന്ന് വീഴുന്ന കാഴ്ച അത് വൻ സീനാണ്. ഇതൊരു 15 മിനിറ്റിൻ്റെ റൈഡുണ്ട്. കുറച്ച് സമയം മാത്രമാണെങ്കിലും ആ റൈഡ് ഫുള്ളായിട്ടൊരു നമുക്കൊരു അഡ്വഞ്ചർ ഫീല് കിട്ടും. പിന്നെ ഉള്ളത് ആ പുഴ ക്രോസ് ചെയ്ത് നേരെ അപ്പുറത്തുള്ള കരയിലേക്ക് എത്തിക്കും നമ്മളെ. റൈൻ ഫോൾസ് ഇത്ര അടുത്ത് നിന്ന് കാണുമ്പോൾ വെള്ളത്തിൻ്റെ പവർ ശരിക്കും ഫീൽ ചെയ്യും. അങ്ങനെ സ്വിറ്റ്സർലാൻഡിലെ മനോഹരമായ കാഴ്ച ഇവിടെ അവസാനിക്കുന്നു. റൈൻ ഫോൾസ് നേരിൽ കണ്ടത് എനിക്ക് ശരിക്കും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്കും അവസരം കിട്ടിയാൽ തീർച്ചയായും ഇവിടെ വരണം. ഈ കാഴ്ച ലൈവായി കണ്ടാൽ മാത്രമേ അതിൻ്റെ ആ ഒരു അസൽ ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല കാഴ്ചകളുള്ള വീഡിയോസായി ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ഫ്രം ധന്യ.